നമസ്കാരം. പുതിയ ബിഗ് ബോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബിഗ് ബോസിന് ഒരു കാമക്കടുവയെ കിട്ടാൻ പോകുന്നു എന്ന് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചു. ഒനിയിൽ നിന്ന് അങ്ങനെ ഒരു കാമക്കടുവയെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ അത് എലിയായി, പുലിയായി, ഉറാമ്പിലായി. അവിടെ കാമക്കടുവയില്ല. അത് കാമം കൊണ്ട് പിടിച്ചതല്ല, വിടാൻ പോയപ്പോൾ പിടിച്ചതാ, അത് പോയി. അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരാകെ കഷ്ടത്തിലായി. എന്താണ്? ഒന്നുമില്ല, പീസുകളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പീസുകൾ കാണുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ മൊബൈലും റീചാർജ് ചെയ്ത് ടി വി റീചാർജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ ഇടയിലുണ്ട് ഒരു പഹയൻ വന്ന് പറയുന്നത്, ബിഗ് ബോസിൽ നിന്ന് കഴുത്ത് പിടിച്ച് പുറത്താക്കിയുള്ള ഒരു മരക്കഴുത. അവൻ പറയുന്നത് എന്താണ്? അവൻ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ അകത്ത് പലതും നടക്കുന്നുണ്ട്, അതൊക്കെ ബിഗ് ബോസ് പുറത്ത് വിടുന്നില്ല, ബിഗ് ബോസ് ടീമുകൾ മാത്രം കണ്ട് ആസ്വദിക്കുകയാണ്. എന്താ ബിഗ് ബോസ് എങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ കുറച്ച് കുടുംബ പ്രേക്ഷകർ ഇതും കാത്തല്ലേ ഇരിക്കുന്നത്. ഇന്ന് വരും കാമക്കടുവ, നാളെ വരും കാമക്കടുവ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡിൽ ഒരു കാമക്കടുവേനെ കണ്ടത്. റെനേനെ മേലിൽ ചാടിക്കേറി കിടന്നിട്ട് കാമക്കടുവയാകാൻ പോകുന്നു. സന്തോഷിച്ചു. എന്താണ്? വന്നല്ലോ, വൈകാലും വന്നല്ലോ. ഇവൻ ആദ്യം ഗിസേലായിട്ടുള്ള കേളികളൊക്കെ നമ്മൾ കണ്ടപ്പോൾ അതൊക്കെ വെറുതെ ആണെന്ന് ലാലേട്ടൻ തന്നെ വന്ന് നുണ പറഞ്ഞു വിട്ടു. പക്ഷെ അത് ലാലേട്ടൻ പറഞ്ഞത് നുണയാണെന്ന് ഇപ്പം അതേ നമ്മുടെ പ്രവീൺ എന്ന് പറഞ്ഞ ഒരു മരവാള വന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏതാ വിശ്വസിക്കുക? പ്രേക്ഷകരാകെ കഷ്ടത്തിലായി. ഇതിപ്പോൾ ലാലേട്ടൻ പറഞ്ഞതാ വിശ്വസിക്കുക, അത് ഈ പ്രവീൺ പറഞ്ഞതാ വിശ്വസിക്കുക? എന്തായാലും നിങ്ങൾ കിട്ടുന്ന ഫുട്ടേജൊക്കെ ഞങ്ങൾക്ക് ഇട്ടുത്താ, ഞങ്ങളത് തീരുമാനിക്കാം. ഏതാണ് കാമക്കടുവ, ഏതാണ് നിരപരാധി എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അവിടെ ഒന്നും എടുത്തു വയ്ക്കല്ലേ ബിഗ് ബോസ്. എല്ലാ ഫുട്ടേജും ഇങ്ങോട്ട് പോരട്ടെ, എല്ലാ എയറിൽ വിട്. എന്നാലല്ലേ നമുക്കത് കാണാൻ രസമുള്ളൂ. നമ്മൾക്കൊക്കെ ഒരു ആവേശം വരെയുള്ള കുടുംബ പ്രേക്ഷകർക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ നവീൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യൻ കത്തൂരിയുടെ ബെഡിൽ കയറി കിടന്നു. ഇത് കണ്ടോട് കൂടിയിട്ട് ആര്യൻ കത്തൂരിക്ക് ദേഷ്യം വന്നിട്ട് ഒറ്റ ചവിട്ടായ വെട്ടി. അപ്പോൾ അവൻ വേഗം ഏറ്റുപോയി അവൻ്റെ ബെഡിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ റെനയുണ്ട് വന്ന് ചാടി അവൻ്റെ ബെഡിൽ കിടന്നു. എന്താണിത് റെനെ? നീ ചെയ്തത് ശരിയാണോ? എന്തിനാണ് ആര്യൻ്റെ ബെഡ് നീ കിടക്കണത്? നിനക്ക് സ്വന്തമായിട്ടൊരു ബെഡ് തന്നിട്ടില്ലേ? അവിടെ കയ്യേറിയാൽ പോരെ. എന്തിനാ ആര്യൻ്റെ ബെഡിൽ കയ്യേറി? ഈ പാവെന്ന് വെച്ചാൽ ഈ പഹയൻ കളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് വന്ന് ഒരുത്തനെ ചവിട്ടിയും പുറത്താക്കി പിന്നെ കിടക്കാൻ വന്നപ്പോൾ അടുത്ത ആൾ വന്ന് ബെഡിൽ കയറി കിടന്നു. ആരെ സഹിക്കുക? അതിപ്പോൾ പെണ്ണാണോ ആണാന്നൊന്നും നോക്കിയില്ല, മേലിക്ക് അങ്ങോട്ട് ചാടി കയറി, അത്ര തന്നെ. അപ്പോൾ അതൊരു കാമക്കടുവയുടെ ആവേശമാണെന്ന് നമുക്ക് തോന്നിയില്ല. അത് നാച്ചുറലായിട്ട് ഒരു മനുഷ്യന് വരുന്ന ദേഷ്യം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുടുംബ പ്രേക്ഷകർ ക്ഷമിച്ചു. അതൊരു വലിയൊരു അതിക്രമമായിട്ട് നമുക്ക് തോന്നിയില്ല. അവർ ഫ്രണ്ട്സുകളാണല്ലോ. റെന ഫ്രണ്ട്സുകൾ ഇപ്പോൾ വലിയ ഫ്രണ്ട്സൊന്നും അല്ലാന്ന് തോന്നുന്നത്. അങ്ങനെ ഫ്രണ്ട്സുകളാണ്. അപ്പം നമുക്കതിനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനു പറയുന്നത്, പാതിരാത്രിക്ക് അവൻ റെനയുടെ അടുത്ത് ചെന്നത് അവൻ എന്തോ പരിപാടിക്ക് ചെന്നതാണ്. അവൻ്റെ ഉദ്ദേശം നല്ലതല്ല, അവൻ്റെ ഉദ്ദേശം തെറ്റാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെനേനെ അവിടെ ചെന്ന് ചാടി കയറി കിടന്നതിൽ ദുരുദ്ദേശമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കയറി കിടന്ന് സൂഹിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാനാന്നുള്ളത് അനുമോൾക്ക് അറിഞ്ഞൂടെ. അപ്പോൾ അനുമോൾ അടുത്ത തീക്ക് പന്തം കൊളുത്തി അങ്ങോട്ട് കത്തിച്ചു. എല്ലാ പോണ വള്ളികളും കയറി പിടിക്കുക, അതിൽ ചാടി കയറുക. ഈ നിലയ്ക്കാണ് ഇതിൻ്റെ അംഗങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ആഴ്ച ഞാൻ നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ ഇതിൻ്റെ ഒത്തുതീർപ്പും ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയാനായിട്ട് ഇതിൻ്റെ ഫുട്ടേജ് എടുത്തോളോ. ആ ഫുട്ടേജ് വന്നിട്ട് വേണം. ഇപ്പം അത് കാരണം എന്തായി, അതിൻ്റെ ഉള്ളിൽ മൊത്തം ബഹള. റെനയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് കരയുക. അവിടെ എല്ലാവരും ഈ നേരം വെളുത്തപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും ഇതാണ് ചർച്ച. ഇന്നലെ ഒരു കാമക്കടുവയായിട്ട് റെനേനെ പിടിക്കാൻ ചെന്നു, റെനേനെ നെഞ്ഞത്ത് കയറി കിടന്നു. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പെണ്ണിനൊന്ന് പിടിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് ഉമ്മ വയ്ക്കാനോ തുറന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ സദാചാര പോലീസാവണം? അതങ്ങോട്ട് നടക്കട്ടെ. ഞങ്ങൾ ഈ കുടുംബ പ്രേക്ഷകർ ഇത് കാത്തിട്ടല്ലേ ഇരിക്കുന്നത്. അതെങ്കിലും നിങ്ങൾക്കൊന്ന് വിചാരിച്ചുകൂടെ? നിങ്ങളിങ്ങനെ തൊട്ടേനും മുഴുവൻ ഈ പരാതിയായി പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കാമക്കടുവ ഉണ്ടാവുക? ഒരു കാമക്കടുവ ഉണ്ടാവാൻ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. ബിഗ് ബോസിന് അതിനേക്കാൾ ആഗ്രഹമുണ്ട്, ബിഗ് ബോസിനും കിട്ടിയിട്ടില്ല. അപ്പോൾ
ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നിങ്ങളൊന്ന് ക്ഷമിച്ച് കൊടുക്കുക. അവർക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് വിട്ടു കൊടുക്കുക. അതാണ് വേണ്ടത്. ഞങ്ങൾ കാത്തിരിക്കുക. അതുപോലെ തന്നെ അവിടെ അടി നടന്നു എന്ന് പറഞ്ഞല്ലോ. അടിത്തിരി പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ നമ്മുടെ ഇതുണ്ടല്ലോ, ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. ഹൗസിലെ ഏറ്റവും വലിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. ക്യാപ്റ്റൻ ആരാണ്? ജിഷിനാണ് ക്യാപ്റ്റൻ. അവന് ക്യാപ്റ്റൻ ആവണതിൽ നമുക്ക് യാതൊരു താല്പര്യവുമില്ല. ക്യാപ്റ്റൻ ആയ വഴിക്ക് തന്നെ അവനെടുത്ത് കിച്ചൺ ക്യാപ്റ്റനെ കൊടുത്തത് ആരാണ്? അനുമോളെ. അനുമോള് കിച്ചൺ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അറിയാലോ സ്ഥിതി എന്താ ഉണ്ടാവുമെന്ന്. അവിടെ അവൾക്ക് ആകെ കക്കൂസ കഴുകാൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വേറൊരു പണിക്ക് അവളെ കൊള്ളില്ല. അവൾ കക്കൂസ തന്നെ കേട്ടെ എല്ലാ പ്രാവശ്യം. അല്ലെങ്കിൽ ആരെങ്കിലും തിന്ന പാത്രം കഴുകാൻ നിർത്തട്ടെ, വെസൽസിൽ നിൽക്കട്ടെ, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇവൻ അപ്പം തന്നെ കിച്ചണിലെ മേലധികാരിയായിട്ട് കൊടുത്തു. പിന്നെ അവൾക്ക് കൊമ്പ് മുളയ്ക്കാൻ വേറെ വല്ലതുണ്ട്. പ്രാവശ്യം അവിടെയുള്ള പാവങ്ങൾക്ക് വല്ല ഭക്ഷണം കൊടുക്കുക നമുക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെ കൊടുത്തിരുന്നപ്പോൾ അവർക്ക് മറ്റുള്ള ആൾക്കാർക്കൊക്കെ മുറുമുറുപ്പായി. അനുവിനാണല്ലോ കൊണ്ടു കൊടുത്തത്. ഇവൻ ആൾ ശരിയല്ല എന്നുള്ളൊരു തോന്നൽ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ അധികാരം കയ്യിൽ കിട്ടിയോട് കൂടിയിട്ട് ഇവൻ അപ്പം തന്നെ ദുരുപയോഗം ചെയ്തത്. ഇവൻ മയ്യം പാടി പാടി അങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി എല്ലാവരും സോപ്പിട്ട് അത് കയ്യിലാക്കി. അപ്പോൾ കയ്യിലാക്കിയപ്പോൾ അവന് വേണ്ടപ്പെട്ട ആൾക്കാരെ മത്താനി പോയപ്പോൾ കണ്ടില്ലേ, അനുമോളെ കെട്ടിപ്പിടിച്ചിട്ട് സഹതാപം കാണിച്ച് അവനിങ്ങോട്ട് കൊണ്ടുവരണം അനുമോളെ. അങ്ങനെ നിൽക്കുന്ന സമയത്താണല്ലോ അപ്പോൾ ഇന്ന് ഇവിടെ വേറൊരു അടി ഒരു തിക്കും തിരക്കും വഴക്കും ഗംഭീര വഴക്കുണ്ടായി പോകണത്. എന്താണ്? കിച്ചൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മല്ലിയില എടുത്തിട്ട് നവീൻ അവിടെ എന്താ ഭക്ഷണത്തിലിട്ട് കഴിക്കാനെന്നുണ്ട് അവിടെ വന്നിരുന്ന് കഴിക്കിയത്. ഷാനവാസിനെ പിടിച്ചില്ല. ആരാ നിന്നോട് എടുക്കാൻ പറഞ്ഞേ? അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരെടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കായി. ആ മല്ലിയിലേരെ ഒരു ബൗളാണ്. ആ ബൗളെന്ന് പറഞ്ഞാൽ പൊട്ടണ സാധനമാണ്. അതും ഇവർ രണ്ടുപേരും പിടിവലിയായി. അതെടുത്ത് നിലത്ത് വീണു. അപ്പോഴേക്കും മറ്റു 2 പാർട്ടികളും വന്നു. അപ്പോഴേക്കും അവിടെ വഴക്ക് തുടങ്ങി. നവീനും വിട്ടുകൊടുക്കുന്നില്ല. നവീനും നിൽക്കുന്നത് അപ്പുറത്ത് ഇത്രയും നാൾ മിണ്ടാണ്ടിരുന്ന ഷാനവാസിനും കിട്ടി കയറി കണ്ടം കാളി. ഇതൊക്കെ ആ പാച്ചിയുടെ കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. പ്ലാച്ചി നമ്മുടെ അനുമോളുടെ കയ്യിലൊരു കൂടോത്രപ്പാവി ഉണ്ടല്ലോ. ആ കൂടോത്രപ്പാവിന് ഈ അടി മുഴുവൻ ഉണ്ടാക്കണം നിസ്സാര കാര്യത്തിന്. വല്ല കാര്യമുള്ള കാര്യത്തിന് അടി ഉണ്ടാക്കാൻ വെച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ചൂട്ടാപ്പ് അടിയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ഇതൊക്കെ വൈകുന്നേരം നമുക്ക് 9:00 എന്തൊക്കെയാണ് നടന്നതെന്നുള്ള അറിയാം. ബിഗ് ബോസ് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ നിലയ്ക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാര്യത്തെ പിടിച്ച് പുറത്താക്കും ഞാൻ. നിങ്ങൾക്ക് എത്ര വാണിംഗ് തന്നിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഇതുമില്ല. പിന്നെ പുറത്ത് പോയൊരു പഹയും പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞ് കേൾക്കില്ല, മോഹൻലാൽ പറഞ്ഞ് കേൾക്കില്ല. അവിടെയുള്ളവർക്ക് തോന്നിയ പോലെ എല്ലാവരും വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നിരിക്കില്ല. കുറേ ആൾക്കാർ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൻ തൂറാൻ പോവും, അല്ലെങ്കിൽ ചായ പിടിക്കാൻ പോവും. ഈ തവളേനെ പിടിച്ച് എണ്ണം വയ്ക്കുന്ന പോലെയാണ്. ബിഗ് ബോസിനെ തന്നെ തലയ്ക്ക് പിരി പൊട്ടിട്ടിരിക്കുക. ബിഗ് ബോസിനെ പറഞ്ഞല്ലോ 10 പ്രാവശ്യം പറഞ്ഞു. ഇതുപോലൊരു നാറികളെ ഇത്രയും സീസൺ 6 വരെ ഞാൻ കണ്ടിട്ടില്ല. സീസൺ 7 ഒരു മുഴുവൻ ചെറ്റകളും നാറുകളാന്നുള്ളത് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിരിക്കുക. അങ്ങനത്തെ ഒരു സീസണെ നടന്നു പോകണം മക്കളെ. എന്തൊക്കെ നടക്കും ഏതൊക്കെ നടക്കുന്നു അറിയാൻ പറ്റില്ല. ആദ്യം അവസാനം ഈ കപ്പ് എന്ന് പറഞ്ഞ സാധനം അത് ബിഗ് ബോസ് തന്നെ എടുത്ത് വെക്കാൻ നല്ലത്. ഇവിടെ കപ്പ് കൊടുക്കാൻ യോഗ്യതയുള്ളവർ ആരും വന്നിട്ടില്ല. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.